നിങ്ങൾക്ക് തലവേദന വരുമ്പോൾ ഒരു പെയിൻ കില്ലർ എടുത്താൻ കഴിക്കും. ഇതാണ് മിക്കവരും വിചാരിക്കുന്ന ഒരു മൈഗ്രെയിൻ ചികിത്സ. എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. യഥാർത്ഥ മൈഗ്രെയിൻ ചികിത്സ ഇതിലും എത്രയോ വലുതാണ്. മൈഗ്രെയിൻ ചികിത്സക്ക് പ്രധാനമായി 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത് അറ്റാക്ക് വരുമ്പോൾ നൽകുന്ന ചികിത്സ, അതായത് അക്യൂട്ട് ട്രീറ്റ്മെന്റ്. തലവേദന തുടങ്ങുമ്പോൾ തന്നെ അത് നിർത്താനുള്ള മരുന്ന് കഴിക്കണം. എത്ര നേരത്തെ കഴിക്കുന്നോ അത്രയും ഫലം ചെയ്യും. വേദന അസഹനീയമാകുന്നത് വരെയും കാത്തിരുന്നിട്ട് മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ അതിന് ഫലം കിട്ടണമെന്നില്ല. രണ്ടാമത്തത് വരാതെ തടയുന്ന ചികിത്സ, പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ്. മാസത്തിൽ 4 തവണയിൽ കൂടുതൽ മൈഗ്രെയിൻ വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേദന കാരണം നിങ്ങളുടെ ദൈനംദിന ജീവിതം ബുദ്ധിമുട്ടിലാകുന്നുണ്ടെങ്കിലോ ഡോക്ടർമാർ ഇതിനുള്ള മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷെ മരുന്നുകൾ മാത്രമല്ല ഇതിന്റെ പരിഹാരം. നിങ്ങളുടെ ട്രിഗറുകളും തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഉറക്കക്കുറവ്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കൽ, ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത്, അമിതമായ മാനസിക സമ്മർദ്ദം, കൂടുതൽ സമയം മൊബൈലോ കമ്പ്യൂട്ടറോ നോക്കിയിരിക്കുന്നത്, അതായത് സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ മൈഗ്രെയിൻ കൂട്ടാം. അതുകൊണ്ട് കൃത്യസമയത്ത് ഉറങ്ങുക, ആഹാരം കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക, എന്നിവയൊക്കെ ശീലമായാൽ മൈഗ്രെയിൻ അറ്റാക്ക് ഒരു പരിധി വരെയും തടയാം. ഓർക്കുക, മൈഗ്രെയിൻ ചികിത്സ എന്നാൽ വെറും പെയിൻ കില്ലർ വാരി കഴിക്കുന്നത് മാത്രമല്ല. അത് കൃത്യമായ ചികിത്സയുടെയും മികച്ച ജീവിത ശൈലിയുടെയും ഒരു കൂട്ടുകെട്ടാണ്. നമുക്കിതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചാൽ ഇത് സുഖമായി മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് വിട്ടുമാറാത്ത തലവേദനയുണ്ടെങ്കിൽ സ്വയം പെയിൻ കില്ലർ വാങ്ങിക്കഴിച്ച് സമയം കളയാതെ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ തേടുക. ആരോഗ്യ വിവരങ്ങൾക്കായി ഈ പേജ് ഫോളോ ചെയ്യും.